ഞാൻ അപകടത്തിലാന്നുള്ള കാര്യം നീ എങ്ങനെയാ അറിഞ്ഞേ? എന്താ നീ ഒന്നും മിണ്ടാത്തെ? ഉത്തരം പറയാൻ എന്തിനാ ആലോചിക്കുന്നേ? എന്റെ കാറിന്റെ ബ്രേക്ക് പോയത് നീ എങ്ങനെയാ അറിഞ്ഞേ? ഇതെല്ലാം ചെയ്തത് ആ ജഗദീഷ് ആണേട്ടാ. ഇന്നിവിടെ എന്റെ കല്യാണം നടക്കുക. ഇതിന്റെ പേര് കല്യാണം എന്നല്ല. മേഘനയും ഞാനും തമ്മിൽ എപ്പോഴോ നിശ്ചയിച്ചുറപ്പിച്ചതാ. ഞങ്ങൾ തമ്മിൽ ഇഷ്ടത്തിലാണ് സാർ. ജഗദീഷോ? അതെ മിഥുനേട്ടാ, കുറച്ചു ദിവസം മുന്നേ അവൻ വിളിച്ചിരുന്നു. ഹലോ, നിന്റെ കാമുകൻ ജഗദീഷിനെ മറന്നോ? മേലിൽ എന്റെ ഫോണിൽ വിളിക്കരുത്. നീ എനിക്ക് ഫോൺ ചെയ്യണം. ചെയ്തില്ലെങ്കിൽ നിന്റെ ഭർത്താവിന് നേരെ വരുന്ന അപകടം എന്താണെന്ന് നീ അറിഞ്ഞിട്ടില്ലല്ലോ. ചക്കരമോള് എന്റെ കോൾസ് എടുത്തില്ലല്ലോ. അപ്പോഴെനിക്ക് നിന്നോട് വല്ലാത്ത ദേഷ്യം തോന്നി. അവൻ തന്നെ വിളിച്ചു പറഞ്ഞത്. അവൻ അത്രയ്ക്കായോ? നീ വാ, രണ്ടിലൊന്ന് ഞാൻ തീരുമാനിക്കും. അയ്യോ മിഥുനേട്ടാ, വേണ്ട മിഥുനേട്ടാ, അതൊന്നും വേണ്ട. ഏട്ടന്റെ നേരെ വരുന്ന ഓരോ പ്രശ്നവും നമ്മൾ എവിടെ കൊണ്ട് എത്തിക്കുന്ന ഓർക്കുമ്പോ തന്നെ എനിക്ക് പേടിയാവുന്നുണ്ട് മിഥുനേട്ടാ. ഏട്ടൻ സഞ്ചരിക്കുന്ന വഴികളിലെല്ലാം വലിയ വലിയ അപകടങ്ങൾ ഏട്ടന് വേണ്ടി കാത്തിരിക്കുക. എന്റെ മനസ്സ് എന്നോട് പറയുന്നുണ്ട്. ഒരു വലിയ അപകടത്തിൽ നിന്ന് രക്ഷപ്പെട്ടിട്ടേ ഉള്ളൂ. അതിന്റെ ചൂടാറുന്നതിന് മുമ്പ് വീണ്ടും ആ ജഗദീഷിന്റെ മുന്നിൽ ചെന്ന വേറെ എന്തെങ്കിലുമൊക്കെ പ്രശ്നങ്ങൾ ഉണ്ടാവുമെന്ന് എനിക്ക് പേടിയായിട്ടാ. എനിക്കൊന്നും പറ്റില്ല മേഘനെ, ഞാൻ പോയിട്ട് വരാം. ഏട്ടൻ എങ്ങോട്ടും പോവരുത്. ഇനി ഒരിക്കലും മിഥുനേട്ടനെ ഞാൻ എങ്ങോട്ടേക്കും തനിച്ചു വിടാൻ പോകുന്നില്ല. പ്ലീസ് ഏട്ടാ, ഞാൻ പറയുന്നത് കേക്ക്. അല്ലെങ്കിൽ തന്നെ വീട്ടിലുള്ള എല്ലാവരുടെ മനസ്സിൽ എന്തൊക്കെ പേടികളാ. ഇപ്പൊ നിർത്താതെ ഫോൺ ചെയ്യുന്നുണ്ടാവും. എത്രയും പെട്ടെന്ന് നമുക്ക് വീട്ടിലെത്തണം. ഏട്ടൻ വന്നേ. പണിക്കര് എത്ര വട്ടം ഫോൺ ചെയ്ത് നമ്മളോട് പറഞ്ഞതാ മിഥുന് വീണ്ടും ഒരു അപകടം വേട്ടയാടാൻ പോവാം. അശ്രദ്ധ ഒട്ടും തന്നെ പാടില്ലെന്ന്. നമ്മളത് കേട്ടില്ല. പണിക്കരുടെ വാക്കുകളുടെ സീരിയസ്നെസ് നമ്മൾ വില വെച്ചില്ല. ക്ഷണനേരത്തേക്ക് പോലും മിഥുനെ നമ്മൾ പുറത്തു വിടാൻ പാടില്ലായിരുന്നു. ഇപ്പൊ മിഥുൻ എവിടെയാണെന്ന് ആർക്കറിയാം? അവൻ എന്തെങ്കിലും അപകടം പറ്റിയെന്ന് പോലും അറിയില്ല. അരുണിമേ, നീ നിന്റെ ഈ പദംപെറുക്കളൊന്നും നിർത്ത്. മിഥുനൊന്നും പറ്റിയിട്ടുണ്ടാവില്ല. ഇന്ന് വിശ്വസിച്ച് ഒന്നും ചെയ്യാതിരിക്കണമെന്നാണോ ജിയേട്ട പറയുന്നത്? അവന് ഫോൺ വിളിച്ചിട്ടും കിട്ടുന്നില്ല. അതും പോരാഞ്ഞിട്ട് ദേ മേഘനയാണെങ്കിൽ ഫോൺ വിളിച്ചിട്ട് അവളെ എടുക്കുന്നില്ല. ഇതെല്ലാം കൂട്ടി വായിച്ച് ഏതൊരു അപകടത്തിന്റെ സൂചനയല്ലേ? വല്യമ്മ വിഷമിക്കാതിരിക്കെ. ഏട്ടൻ ഓഫീസ് റീച്ച് ആയോ എന്നുള്ള കാര്യം അവിടെയുള്ള ആരെങ്കിലും വിളിച്ച് ഞാനൊന്ന് അന്വേഷിക്കട്ടെ. ഏട്ടന്റെ ഏട്ടത്തിയമ്മ ദേ വരുന്നു. ചേച്ചി ഒരു മിനിറ്റ്. എന്ത് പ്രിയമതി ഈ സമയത്ത്? ചേച്ചി ഇപ്പൊ ഇമോഷണലായ മിഥുന്റെ ജാതകത്തെക്കുറിച്ചും ആ ജാതകത്തിലുള്ള ദോഷത്തെക്കുറിച്ചും ഒക്കെ മേഘന മനസ്സിലാക്കിയെടുക്കും. ശരിയാണ് മോം ഒന്ന് സ്വയം നിയന്ത്രിക്കണം. എന്തു പറ്റി, എന്താ കാര്യം എന്നൊക്കെ മിഥുനേട്ടനോട് ചോദിക്കാൻ നിന്നാ മേഘനയുടെ മനസ്സിൽ സംശയങ്ങൾ ഉണ്ടാവും. തൽക്കാലം മിഥുനൊന്നും പറ്റിയിട്ടില്ലല്ലോ. അതുകൊണ്ട് തന്നെ മേഘനയുടെ മുമ്പിൽ വെച്ച് അധികം ചോദ്യങ്ങളൊന്നും വേണ്ട. ശരി പ്രിയമതെ. മിഥുൻ മോനെ, നീ എവിടെ പോയതാടാ? ഞാൻ എത്ര വട്ടം വിളിച്ചു, ഫോൺ ഓഫായിരുന്നോ? അതെ മോ, ചാർജ് ഇല്ലാത്തോണ്ട് ഫോൺ ഓഫായി പോയതാ. നിനക്കെന്ത് പറ്റി? നിന്നെ പലവട്ടം വിളിച്ചിട്ടൊന്ന് ഫോൺ എടുത്തിട്ട് വിവരം പറയാൻ തോന്നിയില്ലല്ലോ. ഞാനപ്പോ ഫോൺ ലിഫ്റ്റ് ചെയ്ത് സംസാരിക്കാൻ പറ്റുന്ന ഒരവസ്ഥയിലായിരുന്നില്ലമ്മേ.
അങ്ങനെ എന്താ മോളെ സംഭവിച്ചത്? ആ, ഉം, മിഥുനേട്ടൻ ഇന്ന് വളരെ വലിയൊരു അപകടം സംഭവിക്കേണ്ടതായിരുന്നു അച്ഛാ. നീ എന്താ മേഘനെ പറഞ്ഞു വരുന്നേ? അങ്ങനെ എന്താ സംഭവിച്ചേ? മിഥുനേട്ടന്റെ കാറിന്റെ ബ്രേക്ക് കേബിൾ പൊട്ടിപ്പോയിട്ടുണ്ടായിരുന്നു. അതേ മോ, കൃത്യസമയത്ത് മേഘന വന്നുകൊണ്ട് രക്ഷപ്പെട്ടെ. അവൾ ആ സമയത്ത് എത്തിയില്ലായിരുന്നെങ്കിൽ ഈ സമയത്ത് എന്റെ ശവശരീരം പോലും കിട്ടില്ല. മിഥുൻ, അങ്ങനെയൊന്നും പറയരുത് മോനെ. മേഘനെ, മിഥുന്റെ കാറിന്റെ ബ്രേക്ക് ഫെയിലായി എന്നുള്ളത് നീ എങ്ങനെ നേരത്തെ അറിഞ്ഞ്? എന്താ അവിടെ സംഭവിച്ചത്? എല്ലാം ഒന്ന് തുറന്നു പറയേ. ആ സമയത്ത് ഞാൻ മിഥുനേട്ടനോട് ഫോണിൽ സംസാരിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു അമ്മേ. അപ്പോഴാണ് മിഥുനേട്ടൻ പറഞ്ഞത് കാറിന്റെ ബ്രേക്ക് ഫെയിലിയർ ആയിരിക്കാന്ന്. അത് കേട്ടതും എത്രയും വേഗം മിഥുനേട്ടന്റെ അടുത്ത് എത്തണമെന്ന് തോന്നി. അതുകൊണ്ട് ആരോടും പറയാനുള്ള സാവകാശം കിട്ടിയില്ല. താങ്ക് യു സോ മച്ച് മേഘന. ഒരു അപകടത്തിൽ നിന്ന് വീണ്ടും അവനെ രക്ഷിച്ചിരിക്കാം. ഇതിപ്പോ എത്ര തവണയായി എന്നറിയോ? നിന്നോട് എത്ര നന്ദി പറഞ്ഞാലും മതിയാവില്ല എന്ന് എനിക്കറിയാം. അയ്യോ അമ്മ, എന്തിനാ എന്നോട് നന്ദി പറയുന്നേ? മിഥുനേട്ടൻ എന്റെ ഭർത്താവാണ്. മിഥുനേട്ടന്റെ ജീവൻ രക്ഷിക്കാനുള്ള ഉത്തരവാദിത്വം എനിക്കുണ്ടല്ലോ അമ്മേ. ഏട്ടനെ കണ്ണിലെ കൃഷ്ണമണി പോലെ ഞാൻ നോക്കിക്കോളാന്ന് അമ്മയ്ക്ക് വാക്ക് തന്നതല്ലേ? ജീവനുള്ളിടത്തോളം ഞാൻ ആ വാക്ക് പാലിച്ചിരിക്കും. പോട്ടെ മോളെ, അങ്ങനെ ഈ ദോഷത്തിൽ നിന്ന് അവന് രക്ഷ കിട്ടിയല്ലോ. ഈ പ്രാവശ്യവും മിഥുനേട്ടനെ രക്ഷിക്കാൻ നമുക്ക് സാധിച്ചു. പക്ഷേ ഏട്ടന്റെ ജീവിതത്തിൽ തുടർച്ചയായിട്ടുണ്ടാവുന്ന ഈ അപകടങ്ങളുടെ കാരണം എന്താ? കണ്ട നാളെ തൊട്ട് ഏതെങ്കിലും ഒരു രൂപത്തില് എന്തെങ്കിലും ഒരു അപകടം എപ്പോഴും മിഥുനേട്ടന്റെ കൂടെ തന്നെയുണ്ട്. ഇപ്പൊ തന്നെ ഇത് എത്രാമത്തെ തവണയാണ്? എന്തുകൊണ്ട് ഏട്ടന്റെ ജീവിതത്തിൽ ഇങ്ങനെയൊക്കെ നടക്കുന്നു? അതിപ്പോ നമ്മുടെ കയ്യിലാണോ മേഘനെ? ജീവിതമാകുമ്പോൾ ഇടയ്ക്ക് ഇതുപോലുള്ള അപകടങ്ങൾ ഉണ്ടാവുന്നത് സാധാരണയായിട്ടൊരു കാര്യമല്ലേ? ഇടയ്ക്കൊക്കെ എന്തെങ്കിലും സംഭവിക്കുന്നത് എല്ലാവരുടെയും ജീവിതത്തിൽ ഉണ്ടാവുന്ന കാര്യമാണ്. പക്ഷേ എപ്പോഴും എന്തെങ്കിലുമൊക്കെ ഒരു അപകടം വേട്ടയാടുക എന്ന് വെച്ചാൽ അതൊരിക്കലും സാധാരണ കാര്യമല്ലല്ലോ. മിഥുനേട്ടന്റെ ജാതകത്തിൽ അത്തരത്തിൽ എന്തെങ്കിലും ദോഷങ്ങളുണ്ടോ അമ്മേ? ഇല്ല മേഘനെ, അങ്ങനെയുള്ളതൊന്നും അവന്റെ ജാതകത്തിലില്ല. അങ്ങനെ തീർത്ത് പറയാൻ പറ്റുമോ? എനിക്ക് മിഥുനേട്ടന്റെ ജാതകം ഒന്നുകൂടി ഒന്ന് ഏതെങ്കിലും ഒരു നല്ല ജോത്സ്യനെ കൊണ്ട് നോക്കിച്ചാലോ എന്നുണ്ട്. ഏത് നേരവും ഇങ്ങനെ അപകടം ഉണ്ടാവുന്നത് സാധാരണയല്ലമ്മേ. നമ്മളിത് അത്ര നിസ്സാരമായിട്ട് കാണുന്നത് ശരിയാണെന്ന് തോന്നുന്നില്ല.
അയ്യോ മേഘനെ, നീ വെറുതെ കാട് കയറി ഓരോന്ന് ചിന്തിക്കുന്നതാ. ഇതൊക്കെ കേട്ടാത്തൊന്നും ലോകത്തിൽ എനിക്ക് മാത്രമേ അപകടം ഉണ്ടാവുന്നുള്ളെന്ന്. അതല്ല മിഥുനേട്ടാ, ഇപ്പൊ നടക്കുന്നതൊക്കെ വെച്ച് നോക്കുമ്പോ മേഘനെ, എന്റെ ജീവിതത്തിൽ നടക്കുന്നതൊക്കെ എല്ലാവരുടെയും ജീവിതത്തിൽ ഉണ്ടാവുന്നത് തന്നെയല്ലേ. അത് വെച്ച് നോക്കുമ്പോ ഇതൊരു കോയിൻസിഡൻസ് അല്ലേ. ദോഷങ്ങളും ഇല്ല, യാതൊരു പ്രശ്നവുമില്ല. നീ വെറുതെ ഓരോന്ന് ചിന്തിച്ചു കൂട്ടി നിന്റെ സമാധാനം കളയണ്ട. ശരിയാ മേഘനെ, നമ്മുടെ ചിന്തകൾ കാട് കയറുമ്പോൾ ചെറിയ കാര്യം പോലും വലുതായിട്ട് തോന്നും. ചിന്തകളെ നിയന്ത്രിക്കാൻ കഴിഞ്ഞാൽ നമുക്ക് പറ്റാത്തതായിട്ട് ഒന്നും ഉണ്ടാവില്ല. ഈ കാര്യം ഇതോടെ മറന്നു കളഞ്ഞേക്ക്. പറഞ്ഞത് കേട്ടല്ലോ. എടാ വിവേകേ, നീ ആർക്കെ കൺസ്ട്രക്ഷൻസിന്റെ ഡീലിനെ കുറിച്ച് ഏട്ടനോട് പറഞ്ഞായിരുന്നോ? അത് പറഞ്ഞിട്ടില്ല വലിച്ച വായിട്ടാ. ഡാ, ഇന്ന് ഞാനുണ്ടല്ലോ എന്റെ പഞ്ചാര പാലുമിട്ടയെ കാണാൻ പോരുന്നടാ. അത് ശരി, നീ അത്ര ഇടം വരെയൊക്കെ എത്തിയോ? പീഡിക്കപ്പെട്ട തല്ലിക്കൊല്ലുവേ. അവർക്ക് അത്രയ്ക്ക് സീനൊന്നുമില്ലടാ. അവിടെ ആർക്കും എന്നെ കണ്ടുപിടിക്കാൻ കഴിഞ്ഞിട്ടില്ല. ആ മിഥുന്റെ മുമ്പിൽ വെച്ചാ ആ വീട്ടിൽ കയറി ചെന്ന് എന്റെ പഞ്ചാര പാലുമിട്ടാക്കി ഞാൻ ലവ് ലെറ്റർ കൊടുത്തിട്ട് വന്നത്. എന്റെ നേരം നന്നായിരുന്നെങ്കിൽ ഇപ്പൊ ഞാൻ അവളുടെ ഭർത്താവ് ഉദ്യോഗസ്ഥനായിട്ട് ഫോറിൻ വിസ്കിയും കഴിച്ച് ലൈഫ് എൻജോയ് ചെയ്തേനെ. അവളെ കല്യാണം കഴിക്കാൻ പറ്റിയിരുന്നെങ്കിൽ എന്റെ ലൈഫ് ഇപ്പൊ ഒരു രാജകുമാരനെ പോലെ ആയിരുന്നേനെ. എടാ മേഘനെ മറക്കാൻ ഞാൻ എത്ര വട്ടം പറഞ്ഞതാ. എന്തിനു മറക്കണോടാ? എന്തിനു മറക്കണം? ഇപ്പൊ അവളുടെ സ്റ്റാറ്റസ് വേറെയാടാ. ഇപ്പൊ അവളുടെ സ്റ്റാറ്റസ് വേറെ ആയിരിക്കാം, പക്ഷെ പണ്ടൊരിക്കൽ എന്റെ കൂടണയേണ്ട പക്ഷിയായിരുന്നു അവള്. ചേടാ, ചോദിക്കാൻ വിട്ടുപോയല്ലോ. ആ മിഥുന്റെ കാറിന്റെ ബ്രേക്ക് കട്ട് ചെയ്തെന്നല്ലേ പറഞ്ഞ്? അയാൾക്ക് വല്ലതും പറ്റിയാലോ? പറ്റിയാ ചാവും. ഭൂമിക്കൊരു ഭാരം കുറയും. അവൻ ഒറ്റൊരുത്തൻ കാരണോ അവൻ മേഘന എനിക്ക് കിട്ടാതെ പോയത്. അവൻ ചാവുന്നതാ നല്ലത്. ചത്തൊഴിഞ്ഞ എന്റെ വഴി അതോടെ ക്ലിയർ ആയി കിട്ടും. എന്തിനാണ് ഈ വലിയ ആൾക്കാരായിട്ട് മുട്ടുന്നത്? ആ മിഥുന് വല്ലതും പറ്റിയ നിന്നെ അവര് ജീവനോടെ വെച്ചേക്കില്ല. അവരെന്നെ എന്ത് ചെയ്യാനാണ്? ഇനി എന്റെ വഴി കടന്നു കയറിയ ആ വീട്ടിലെ ഒരു ഒറ്റ എണ്ണത്തിനെ ഞാൻ ജീവനോടെ വെച്ചേക്കില്ല. ഇനി ആ മിഥുനെ കൊന്നിട്ടാണെങ്കിലും വേണ്ടില്ല, എന്റെ മേഘനയെ ഞാൻ എന്റെ കൂട്ടിലെ രാജ്ഞിയാക്കും. മേഘനേ, ആ വരുന്ന അച്ഛമ്മേ. നീ എവിടെയാ? അമ്മയുടെ റൂമിൽ തുണിയൊക്കെ അടുക്കി വെക്കുമായിരുന്നു. എന്റെ ഗുളിക എവിടാന്നൊന്ന് നോക്കി എടുത്തതാ മോളെ. ഇതാ ഇപ്പൊ എടുത്തോണ്ട് വരാ അച്ഛമ്മേ. അത് ശരി, ഇത് അച്ഛൻ്റെ അമ്മയുടെയും പഴയ വെഡിങ് ഇൻവിറ്റേഷൻ ആണല്ലോ. ഇതിലെ ഡേറ്റ് വെച്ച് നോക്കുമ്പോ നാളെയാണ് അച്ഛൻ്റെ അമ്മയുടെയും വെഡിങ് ആനിവേഴ്സറി. അങ്ങനെയാണെങ്കിൽ അതൊന്ന് ശരിക്കും ആഘോഷിക്കണമല്ലോ. ഇതുവരെ ഇതിനെക്കുറിച്ച് ഈ വീട്ടിൽ ആരും സംസാരിക്കുന്ന കേട്ടില്ലല്ലോ. മിഥുനേട്ടാ, എന്താ മേഘനെ? നാളെ അച്ഛൻ്റെ അമ്മയുടെയും വെഡിങ് ആനിവേഴ്സറി ആണോ? ഞാനതങ്ങ് മറന്നുപോയി. നാളെ മോമിന്റെ ഡാഡിന്റെ ആനിവേഴ്സറി അല്ലേ? അത് ശരിയാവില്ലേട്ടാ, നമ്മളെല്ലാവരും എന്താ മറന്നുപോയി? ഞാനും അതങ്ങ് വിട്ടുപോയില്ലോടാ. സാരല്ലെന്നേ, ഇപ്പൊ എല്ലാവർക്കും ഓർമ്മ വന്നല്ലോ. നാളെ അച്ഛൻ്റെ അമ്മയുടെ ഈ വെഡിങ് ആനിവേഴ്സറി നമുക്ക് ഗ്രാൻഡ് ആയിട്ട് സെലിബ്രേറ്റ് ചെയ്യണം. എന്താണ്, ഏത് സെലിബ്രേഷന്റെ കാര്യത്തെ കുറിച്ചായി പറയുന്നേ? അതൊക്കെ ഉണ്ട് അച്ഛാ. നാളെ നിങ്ങളുടെ വെഡിങ് ആനിവേഴ്സറി അല്ലേ? ഓ, ഞാനതങ്ങ് മറന്നുപോയി. നാളത്തെ ഈ സെലിബ്രേഷൻ എന്റെ കൈകൊണ്ട് തന്നെ നടത്തണമെന്ന് എനിക്ക് ആഗ്രഹമുണ്ട്.
ഇങ്ങനെയുള്ള വലിയ വലിയ കാര്യങ്ങളൊക്കെ നിന്റെ കയ്യിൽ നിൽക്കുന്നതല്ല മേഘനെ. അക്കാര്യൊക്കെ നീ എനിക്ക് വിട്ടു തന്നേക്ക്, ഞാൻ നോക്കിക്കോളാം. മഞ്ജരി, ഈ കുടുംബത്തിലുള്ളവര് നിനക്ക് ഫാമിലി ഫ്രണ്ട്സാ, പക്ഷെ എനിക്കിവര് എന്റെ സ്വന്തം ഫാമിലിയാ. എന്റെ സ്വന്തം ഫാമിലിക്ക് വേണ്ടി ഞാൻ എന്തേലും ചെയ്യുമ്പോ എന്നെ അത് ഒരുപാട് സന്തോഷിപ്പിക്കും. അതുകൊണ്ട് ഇതൊക്കെ ഞാൻ ചെയ്തോളാം. അച്ഛനും അമ്മയും എന്തു പറയുന്നു? രണ്ടാൾക്കും സമ്മതമല്ലേ? നീ വിചാരിക്കുന്ന പോലെ ഇവിടുത്തെ ഫംഗ്ഷൻ എന്ന് പറഞ്ഞാൽ 10 പേരെ വിളിച്ച് സദ്യ കൊടുക്കുന്ന പോലെയല്ല. വരുന്നവരുടെ അന്തസ്സിനോ ആത്മാഭിമാനത്തിനോ യാതൊരുവിധ കോട്ടം ഉണ്ടാവാതെ നോക്കണം. അവരുടെ മുമ്പില് നമ്മുടെ പേര് ചീത്തയാവാതെ നോക്കണം. ഇങ്ങനെയുള്ള കാര്യങ്ങളിൽ ഒരു ചെറിയ തെറ്റുപറ്റിയാൽ പോലും എല്ലാവരും നമ്മുടെ മേലെ വിരൽ ചൂണ്ടും. ഒരു ചെറിയ കുറവ് മതി, അത് ഊതി പെരുപ്പിച്ച് വലിയൊരു വാർത്തയാക്കും. അതുകൊണ്ട് തന്നെ ഇവിടുത്തെ ഇത്തരം സെലിബ്രേഷൻസ് വളരെ കെയർഫുൾ ആയിട്ട് വേണം ഹാൻഡിൽ ചെയ്യാൻ. മഞ്ജരി ചെയ്തോളാന്നല്ലേ പറഞ്ഞത്, അവളെ ഏൽപ്പിച്ചേക്ക്. ഇങ്ങനെയുള്ള കാര്യങ്ങളിൽ അമ്മയ്ക്ക് എന്നെ പൂർണ്ണമായും വിശ്വസിക്കാം. എന്റെ വീട്ടിൽ എനിക്കിതൊക്കെ ശീലമുള്ളതാ. അത് മാത്രമല്ല, ഞാൻ ഈ വീട്ടിലേക്ക് വന്ന ശേഷം അമ്മയുടെ അച്ഛന്റെ ആദ്യത്തെ ആനിവേഴ്സറി അല്ലേ, ഞാൻ മുന്നിട്ടിറങ്ങി ചെയ്യുമ്പോ എനിക്കത് ഒത്തിരി ആത്മസംതൃപ്തി തരും. ഞാൻ ചെയ്താലും നിനക്ക് സന്തോഷിക്കാലോ മേഘനെ. പക്ഷെ എന്തെങ്കിലും പ്രശ്നം ഉണ്ടായ ആന്റിക്കും അങ്കിളിനും അതിന്റെ നാണക്കേട്. നിന്റെ മനസ്സിൽ അങ്ങനെയുള്ള ആഗ്രഹങ്ങൾ ഉണ്ടാവും, ബട്ട് അതൊക്കെ എടുത്തു നടത്താനുള്ള കാപ്പബിലിറ്റിയും കൂടി ഉണ്ടാവണ്ടേ? കേപ്പബിലിറ്റി ഉണ്ടോന്നുള്ളത് ഒരു വട്ടം അവളെ ഒന്ന് ഏൽപ്പിച്ച് നോക്കിയാലല്ലേ അറിയാൻ പറ്റൂ. ഇത്ര കോൺഫിഡൻസോട് ചോദിക്കുന്നുണ്ടെങ്കിൽ അവൾക്കത് കൈകാര്യം ചെയ്യാൻ പറ്റുന്നുള്ളത് കൊണ്ടല്ലേ. മേഘന ആദ്യമായിട്ടല്ലേ ഒരു ആഗ്രഹം പറയുന്നേ. അവളുടെ ഇഷ്ടാനുസരണം നിനക്ക് അങ്ങ് അനുവദിച്ചു കൊടുത്തൂടെ അരുണിമേ? അവളുടെ മനസ്സിലുള്ള സ്നേഹമാണ് അവൾ ഇവിടെ പ്രകടിപ്പിക്കാൻ ആഗ്രഹിക്കുന്നത്. അതും ശരിയായിരുണമേ. മേഘന മിടുക്കി കുട്ടിയാ. നമ്മുടെ സംസ്കാരത്തിനോ സമ്പ്രദായത്തിനോ ഒന്നും ഒരു കുഴപ്പവും വരാതെ അവൾ നോക്കിക്കോളും. പ്ലീസ് അമ്മേ, ഇനി ഒന്നും ചിന്തിക്കണ്ട. ഒരു തെറ്റും സംഭവിക്കാതെ ഞാൻ നോക്കിക്കോളാം. ആരും വിരൽ ചൂണ്ടാത്ത രീതിയിൽ ഭംഗിയായിട്ട് എല്ലാ കാര്യങ്ങളും ഞാൻ ചെയ്തോളാം. എന്നാ പിന്നെ ശരി, നിന്റെ ഇഷ്ടം പോലെ നടക്കട്ടെ. പക്ഷെ ഒരു കാര്യം മാത്രം നീ ഓർത്തോളണം. സെലിബ്രേഷൻ എത്തുന്ന ബന്ധുക്കളുടെ കൂട്ടുകാരുടെ മുമ്പിൽ വെച്ച് എന്തെങ്കിലും ഒരു അപശ്രുതി ഉണ്ടായാ പിന്നീട് ഒരിക്കലും എനിക്ക് നിന്നോട് ക്ഷമിക്കാനാവില്ല. ഞങ്ങളുടെ മാരേജ് ആനിവേഴ്സറി സെലിബ്രേറ്റ് ചെയ്തില്ലെങ്കിലും കുഴപ്പമില്ല, ബട്ട് സെലിബ്രേഷൻ ആണെന്ന് പറഞ്ഞ് കുടുംബത്തിന് നാണക്കേടുണ്ടാക്കി വെച്ചാലുണ്ടല്ലോ, ഞാൻ നിന്നെ വെറുതെ വിടില്ല. അയ്യോ, അങ്ങനെയൊന്നും ഉണ്ടാവില്ലമ്മേ, ഞാൻ നോക്കിക്കോളാം. ശരി. കേപ്പബിലിറ്റി ഉണ്ടോന്നുള്ളത് ഒരു വട്ടം അവളെ ഒന്ന് ഏൽപ്പിച്ച് നോക്കിയാലല്ലേ അറിയാൻ പറ്റൂ. ഇത്ര കോൺഫിഡൻസോട് ചോദിക്കുന്നുണ്ടെങ്കിൽ അവൾക്കത് കൈകാര്യം ചെയ്യാൻ പറ്റുന്നുള്ളത് കൊണ്ടല്ലേ.
എന്തു പറ്റി മഞ്ജരി? അവിടെ നടന്ന സംഭവത്തിൽ നിന്ന് നീ ഇതുവരെ പുറത്തു കിടന്നിട്ടില്ലേ? എങ്ങനെ കടക്കാൻ പറ്റൂ ആന്റി? ആന്റിയുടെ അങ്കിളുടെ മാരേജ് ആനിവേഴ്സറി ഞാൻ സെലിബ്രേറ്റ് ചെയ്തോളാന്ന് പറഞ്ഞപ്പോ മിഥുൻ അത് മൈൻഡ് ചെയ്ത് പോലുമില്ല. മിഥുൻ മൈൻഡ് ചെയ്തില്ലേ ഇപ്പൊ എന്താ? ഈ വീടുമായിട്ട് യാതൊരു ബന്ധമില്ലാത്ത രീതിയിൽ മേഘിന് സംസാരിച്ചപ്പോഴും മിഥുൻ അവളെ സപ്പോർട്ട് ചെയ്ത് ആന്റിയും കണ്ടതല്ലേ? അതൊക്കെ അവിടെ നിക്കട്ടെ മഞ്ജരി. അവളെ പേരുദോഷം കേൾപ്പിക്കാൻ മിഥുൻ നമുക്കൊരു അവസരം തന്നിരിക്കുക. അവസരം തന്നെന്നോ? അതേ മഞ്ജരി. അതെങ്ങനെയാ? മേഘന നാളത്തെ ഫംഗ്ഷന്റെ ഭാരം മുഴുവൻ സ്വന്തം ചുമലിലെടുത്തു വെച്ചിരിക്കല്ലേ. അത് ചുമക്കാൻ പറ്റാണ്ട് അവള് പെടാപ്പാട് പെടുമ്പോ ആർക്കാണ് അതിന്റെ പഴിമൊത്തം കേൾക്കേണ്ടി വരിക? മേഘനയ്ക്ക് തന്നെയല്ലേ മഞ്ജരി? എന്നുവെച്ചാ നാളെ മേഘന നടത്താൻ പോകുന്ന ഈ ഫംഗ്ഷനിൽ എന്തെങ്കിലും ഒരു ചെറിയ തെറ്റ് പറ്റിയാൽ പോലും അരുണിമേച്ചിക്ക് സഹിക്കില്ല. അത് മതി അവളെ ചട്ടിയിലിട്ട് വറുക്കാൻ. അതിഥികളുടെ മുന്നിൽ നാണക്കേടുണ്ടായാൽ ചേച്ചി വെറുതെ വിടുമെന്ന് തോന്നുന്നുണ്ടോ? അതോടെ മേഘന നല്ല പിള്ള ചമഞ്ഞ് വാരിക്കൂട്ടിയ മാർക്കെല്ലാം 0-ലെത്തും. ആന്റി പറയുന്നതൊക്കെ കേൾക്കാൻ നല്ല രസമുണ്ട്. പക്ഷേ ഈ ഒക്കേഷൻ മുതലെടുത്തോണ്ട് അരുണിമാന്റിയുടെ മനസ്സിൽ ഒരു പടിയും കൂടെ കേറാന്ന് വിചാരിച്ചതാ. ആ ചാൻസ് കൈവിട്ടു പോയില്ലേ? ചേച്ചിയുടെ മനസ്സിൽ കുറച്ചുകൂടി പടികൾ കയറാൻ ആഗ്രഹിച്ചതോ അല്പം കൂടി കൂടുതൽ മാർക്ക് വാങ്ങാൻ ആഗ്രഹിച്ചതോ ഒന്നും തെറ്റല്ല. അതിനേക്കാളുപരി നിനക്കും മേഘനയ്ക്കും ഇടയിൽ നടക്കുന്ന മത്സരത്തിൽ ഇനി അവൾ ഒരു ഇഞ്ച് പോലും മുന്നോട്ട് കുതിക്കാതെ നോക്കേണ്ടത് നിന്റെ ഉത്തരവാദിത്വം. അവളെ തോൽപ്പിക്കാൻ മമ്മിയുടെയും ഡാഡിയുടെയും ഇത്തവണത്തെ വെഡിങ് ആനിവേഴ്സറി നീ പ്രയോജനപ്പെടുത്തണമെന്നാ ചെറിയമ്മ ഉദ്ദേശിച്ചത്. എക്സാക്ട്ലി. ബട്ട് ആ മേഘനയെല്ലാം കൃത്യമായിട്ട് ചെയ്ത അരുണിമാന്റിയുടെ മനസ്സില് മേഘനയോടുള്ള സ്നേഹവും ആദരവും ഇനിയും കൂടുകയല്ലേ ഉള്ളൂ. മേഘനയുടെ ഓരോ നീക്കത്തിലും തടസ്സങ്ങൾ ഉണ്ടാക്കാനും അതൊക്കെ നശിപ്പിക്കാനും അല്ലേ നമ്മൾ 3 പേരും ഉള്ളത് മഞ്ജരി.